അതെ 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 ആ സൂപ്രണ്ടാ ആ സൂപ്രണ്ട് ഫ്രണ്ട് ഉണ്ട് ആ സൂപ്രണ്ട് ഫ്രണ്ട് ഉണ്ടെന്ന്. സാർ എന്തോ സാറേ പറയണത്? എന്തോന്ന്? സൂപ്രണ്ടാണ്, സൂപ്രണ്ടിന്റെ ഫ്രണ്ട് ഉണ്ടെന്ന്. ഉദയ, ഞാൻ ഇവിടുത്തെ സൂപ്രണ്ടാണോ? ആണ്. ഞാൻ സൂവിന്റെ ഫ്രണ്ട് ഉണ്ടെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞതാണല്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ മുറമുറ നടക്കുന്നല്ലോ? എല്ലാം നന്നായിട്ട് അവള് വീട്ടില് പിള്ളേരെ കാര്യമൊക്കെ നോക്കി കൊച്ചിന് പാലും കൊടുത്ത് ആഹാരമൊക്കെ പാചകം ചെയ്ത് അങ്ങനെ കിടക്കുന്നു. എന്റെ കൊച്ചുങ്ങൾക്ക് പാല് കൊടുക്കാനാണ് ഇവിടെ കരടിയെ വളർത്തുന്നത്. ഈ രമക്കരടി ഇവിടെ നീ കൂട്ടിക്കിടന്ന രമക്കരടി. അയ്യോ, കൂട്ടിനകത്തുണ്ടല്ലോ. ഇല്ലല്ലോ ഉദയ, സാറിന് കാണാൻ പറ്റില്ലേ? ഇല്ല ഉദയ. സാറേ, ഉള്ളത് ഇല്ലാതെയും ഇല്ലാത്തത് ഉള്ളതായിട്ടും കാണുന്ന ഒരു അസുഖം സാറിനുണ്ട്. എനിക്കില്ല. സാറിന് കഴിഞ്ഞ ആഴ്ച മുതലുണ്ട്. എനിക്കില്ലെന്ന്. എന്റെ വീടിനടുത്ത് അങ്ങനെ ഒരാൾക്കൊരു അസുഖം ഉണ്ടായിരുന്നു. അയാൾ മെനഞ്ഞാന്ന് മരിച്ചുപോയി. അസുഖം എനിക്കില്ല. സാറിനുണ്ട്, നോക്കിക്കോ. അയ്യോ, ഒന്ന് വന്ന് കിടക്കണത് കുട്ടിയുണ്ടാ? ഉണ്ട് ഉദയ, ഉണ്ട്. അത് തന്നെ പറഞ്ഞത്. ഓ, അപ്പൊ എനിക്ക് അസുഖം ചെറുതായിട്ടുണ്ടല്ലേ? അസുഖം ഉണ്ട്. എന്തോ എന്തോന്ന് രമയെ വിളിച്ചത് എന്തിന് എന്തോ എന്ന് ഞാൻ ചോദിച്ചതാണ് സാറേ. ഇറങ്ങി ചെല്ലി എന്താ സിഗരറ്റ് വലി നിർത്തും. എന്റെ രമ അടിക്കല്ലേ. രമ അടിക്കുന്ന ഓരോ അടി എന്റെ നെഞ്ചിൽ കൊള്ളുമല്ലാണ് തോന്നുന്നത്. അത് ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ആത്മബന്ധമാണ്. നീയും കഴിഞ്ഞ തമ്മിൽ എന്തോ ആത്മബന്ധം? എന്റെ അളിയനല്ലേ? അളിയനാ? എന്താ പറഞ്ഞ? ഇനി അടിക്കല്ലേ അവലെ? അങ്ങനെയാണ് അടിച്ച് ഞാൻ ശരിപ്പെടുത്തോടെ തന്നെ. നിനക്കറിയാവോ ഞാൻ ഇവിടെ ഇങ്ങനെ അടിക്കാൻ കാരണം എന്തെന്ന് അറിയാമോ? എന്താണ് സാർ അടിക്കാൻ കാര്യം? ഇത് കണ്ട എന്തോ ഇതേ പുളിങ്കുരു അടിക്കി വെച്ചേക്കുന്നതല്ല, എന്റെ മീശയാണ്. എടാ, ഇവിടെ വല്ല കീറിയതല്ലേ. കുഞ്ഞു പ്രായത്തിൽ ഇവിടെ ഈ കൂട്ടിൽ കൊണ്ടുവന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ ജോലിക്കാരൊക്കെ പറഞ്ഞ പുതിയൊരു കരടി വന്നിട്ടുണ്ടെന്ന്. ഞാൻ നേരെ ഇവിടെ കാണാൻ വേണ്ടി ചെന്നപ്പോ ഇവിടെ കൂട്ടിൽ തിരിഞ്ഞു കിടക്കുക. ഞാൻ വിചാരിച്ചു പുതിയ സോഫ സെറ്റ് നമ്മൾ ചാടി എന്നെ മേളിലിരുന്നു. ഇവിടെ ചാടി തിരിഞ്ഞു വന്നിട്ട് കണ്ണിലടിക്കേണ്ട ഒറ്റ അള്ളലാണ്. അയ്യോ എന്റെ പൊന്നെ, മലപ്പുറം കത്തി പോലത്തെ 5 നഖവാടാവൂതേ അവക്കുള്ളത്. നിനക്കുറയോ? രാത്രി കിടന്ന് ഉറങ്ങാൻ നേരത്തെ എന്റെ ഇളയ ചെറുക്ക എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന ഹാർമോണിയം വായ്പ ഇപ്പൊ ജോലി. സാറേ, ഇതിനിപ്പോ എന്തോ ചെയ്യും സാറേ ഇത് പൊടിച്ചു വരാൻ? കരടി നെയ്യ് തേച്ചാ നന്നായി. കരടി നെയ്യ് ഓൺലൈനിലൊക്കെ ഉണ്ട്, അല്ലാതെ പിന്നെ നമ്മൾ ദൂരെ കടകളിലൊക്കെ അന്വേഷിച്ച് പോണമല്ലോ. അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആവൂതേ. ഒറിജിനൽ കരടി നെയ്യ് തന്നെ വേണം. എവിടുന്ന് കിട്ടാ സാറേ കരടി നെയ്യ്? ഇവിടെ നിൽക്കല്ലേ സാറേ, ചത്ത കരടി നിന്നാണ് നമ്മൾ നെയ്യ് എടുക്കുന്നത്. ഇല്ല പിന്നെ അല്ലാതെ കരടി നെയ്യ് കിട്ടാൻ വേറൊരു ബുദ്ധിയുണ്ട്. വേറെ എന്തോന്ന് ബുദ്ധി? കരടിയെ ഈഗോ എടുപ്പിച്ചാൽ മതി. കരടിയെ ഈഗോ അടുപ്പിക്കണം? എങ്ങനെ? ഓട്ടോമാറ്റിക്കായിട്ട് നെയ്യ് ഇപ്പൊ കിട്ടണമെന്ന് നോക്കിയോ. ഈഗോ എടുത്തില്ല ഉദയാ. ഓ, ഈ കരടി നെയ്യൊക്കെ വെറും വേസ്റ്റ് ആണല്ലേടാ. എന്നാ സാറേ? ഒറിജിനൽ നെയ്യ് എന്ന് പറയുന്നത് നമ്മുടെ പശുവിന്റെ നെയ്യ് തന്നെയാണ്. നല്ല ISI മുദ്രയുള്ള നെയ്യ്, നല്ല കിടില നെയ്യല്ലേ ഉദയ? എന്നാലും കരടി നെയ്യല്ലേ സാറേ ബെസ്റ്റ്? ഒരിക്കലും അല്ല ഉദയ, പെരുമ്പാമ്പിന്റെ നെയ്യാണ് സൂപ്പർ. മുറിവിനെ വരെ ഒരുമിച്ച് ഒട്ടിക്കുന്നതല്ലേ പെരുമ്പാമ്പിന്റെ നെയ്യ്. എന്നാലും കരടി നെയ്യല്ലേ സാറേ? കരടി നെയ്യ് കൊള്ളത്തില്ല ഉദയ. ഏതായാലും ഈ കൊടിച്ചു തുടങ്ങിയല്ല. നമ്മുടെ പെരുമ്പാമ്പിന്റെ നെയ്യും പശുവിന്റെ നെയ്യും ഓരോ കിലോ വീതം മാക്കണം. ഉദയ ഈ കൊടിച്ചു തുടങ്ങി തോന്നുന്നു. കൊണ്ടുകൂടെ അവന്റെ അണ്ണാക്കി കയറ്റി കൊടുക്കുക. ഞാൻ ഒപ്പിച്ചെന്ന്. അതെ, എനിക്ക് മെനഞ്ഞാന്ന് അളി എനിക്ക് തലവേദനക്ക് വിക്സ് എന്ന് പറഞ്ഞേണ്ട, അത് വെളിച്ചെണ്ണ ചാച്ച് മിക്സ് ചെയ്ത് വിട്ടില്ല. കൊണ്ടുകൂടും അവന്റെ വീതി തന്നെ. സാറേ, സാർ ഈഗോ അടിപ്പിച്ചപ്പോ വേണ്ട നെയ്യ് കിട്ടിയല്ലേ സൂപ്രണ്ടിന്റെ ബുദ്ധി. ഇത് ഒറിജിനല്ലോ. ഒറിജിനൽ. അപ്പൊ സാറ് നെയ്യൊക്കെ തേച്ച് മീശയൊക്കെ കിളുത്ത് സന്തോഷത്തോടെ വാ, ഞാൻ ഇവക്ക് ആഹാരം കൊടുക്കാൻ സമയം. നീ എടുത്തു കൊടുത്ത തൈരം തേച്ചോണ്ട് അയാൾ ഇപ്പൊ വരും. മീശ പൊടിച്ചില്ലെങ്കിൽ അവസ്ഥ അറിയാലോ. പൊന്നളിയാ, എനിക്ക് എന്റെ വീട്ടിൽ പോണം. എന്റെ ഭാര്യ മക്കളെ എനിക്ക് കാണാം. എന്നൊന്ന് പറഞ്ഞു വിട്. അളിയ 1000 രൂപ വെച്ച് എണ്ണി തരികയല്ലേ അളിയ? ഡെയിലി 1000 രൂപ വെച്ച് എണ്ണി തരികയല്ലേ വീട്ടിലോട്ട്? ഞാൻ എന്റെ ഭാര്യ വന്നപ്പോ പറയല്ലേ 4 ദിവസം കൂടുമ്പോഴാണ് ഈ 1000 രൂപ തരണേന്ന്. നീ വണ്ടി ചെലവ്, വെള്ള ചെലവൊക്കെ ഇല്ലേ? അളിയന്റെ വലിപ്പേര് എനിക്ക് മനസ്സിലായ കേട്ടാ. ഒന്ന് ഉച്ചവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാളിയാ. ഉച്ചവരാ വലിയ കാണ്ടാമൃഗത്തിന്റെ വാ അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് കയറി തട്ടുകെടുന്ന ആളാണ്. അതല്ലേ, ഒന്ന് ഉച്ചവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. കല്യാണം ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലീവാണ്. തലേന്നാണ് കല്യാണം, ഞാൻ പോയിട്ട് പെട്ടെന്ന് നീ വരാം. തലയിൽ കല്യാണം, അപ്പൊ നെഞ്ചത്ത് വെച്ചാ ഊണ് കഴിക്കുന്നത്. അതല്ലേ, ആ സ്ഥാനത്ത് കയറി ഒന്നും അടിക്കല്ലേ. ഞാൻ കാര്യം പറഞ്ഞ സൂപ്രണ്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. വിളിച്ച് ഇന്ന് ഉദയമല്ല, എന്നെ അസ്തമയമാണ്. അയ്യോ, അടിക്കല്ല സാർ, എന്റെ പൊന്ന് സാർ, അടിക്കല്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് തൈലല്ലേ എനിക്ക് തന്നത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്
അയ്യോ എന്റെ ഉദയ ഇത് ഞാൻ മുഖത്ത് തേച്ചപ്പോഴത്തേക്ക് ഭയങ്കര നീറ്റലും പുകച്ചലും ഒരുമാതിരി വിക്സിന്റെ ഒരു നാറ്റം. അത് സംഭവം എന്താ പറയാ സാറേ, ഈ കസ്തൂരി തൈലം എടുക്കണ എങ്ങനെയാണ്? കസ്തൂരിമാന്റെ ദേഹത്തു നിന്നല്ലേ? അത് ഈ കരടി ഒരു സ്പെഷ്യൽ കരടിയാണ്. അതൊന്നും. ഇതിന്റെ ദേഹത്തു നിന്നല്ലേ വിക്സ് എടുക്കണത്? വിക്സൂരി തരടി. കരടിയാ. ഇവക്ക് അഹങ്കാരം കൂടുന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം. അങ്ങ് കൽക്കട്ടയെന്നും ശരി വന്നാൽ ഇവിടെ അഹങ്കാരം അങ്ങ് തീരും. സാറിന്റെ മാവന്റെ മോൻ. മാവന്റെ മോനല്ല, ഒത്ത ഒരു ആൺകരടി. ഇവക്കിപ്പോ വേണ്ടത് ഒരു കൂട്ട്, ഒരു തുണ, ഒരു കൂട്ടിലൊക്കെയാണ്. ഈ ശരി വന്ന് ഇവളിവിടെ 5-6 കുട്ടികളെയൊക്കെ പ്രസവിച്ച് തീരുമ്പോ ഇവിടെ അഹങ്കാരം അങ്ങ് തീരും. അയ്യോ കടന്ന് തുള്ളിച്ചാടാണ് അവള്. ശരി വരുമെന്ന് പറഞ്ഞപ്പോ അവളെ തുള്ളിച്ചാട്ടം കണ്ടാ? രമമോളെ, നിനക്ക് സന്തോഷം തന്നെ? എനിക്ക് സന്തോഷമായില്ല. ഇതാര് പറഞ്ഞത്? ഞാൻ ഡബ് ചെയ്തത് അല്ലേ? ഒന്നുകൂടെ പറഞ്ഞാണ്. എനിക്ക് സന്തോഷമായില്ല. ഒന്നുകൂടെ. എനിക്ക് സന്തോഷമായില്ല. വേറെ വാക്ക് പറഞ്ഞാണ്. എനിക്ക് സന്തോഷമല്ലേ. എനിക്ക് വീട്ടിൽ പോണ എന്റെ ഭാര്യ മക്കളെ കാണാം. രക്ഷപ്പെട്ടു. എന്റെ സൂപ്രണ്ട് എന്നെ ആരിത്? എനിക്ക് വയ്യ. എനിക്ക് സന്തോഷം. എന്നെ വീട്ടിൽ പറഞ്ഞു വിടേ. എനിക്ക് മക്കളൊക്കെ കാണണമെന്ന്. ഉദയ, ആര് ഉദയ ഇത്? അത് സത്യം പറ, നീ ആര്? ഞാനാ? ഇതെന്റെ അളിയൻ. അല്ല, ഇതെന്റെ സൂപ്രണ്ട്. ഞാൻ അളിയത് സൂപ്പറുണ്ട്. അപ്പൊ ഇതിന്റെ സുളിയൻ. അല്ല, എന്റെ സൂപ്രണ്ട്. ഇയാൾ അളിയനാണ്. ഇവിടുന്ന് ഇയാൾ അശ്രദ്ധ മൂലം ഒരു കരടി ഇവിടുന്ന് ചാടിപ്പോയി. ഈ കരടിക്ക് പറയും എന്നെയാണ് ഇവിടെ കൊണ്ടിട്ടത്. എനിക്ക് എന്റെ വീട്ടിലെ എന്റെ ഭാര്യ മക്കളെ കണ്ട എനിക്ക് പോണം. എടാ ഉദയ, സാറേ ഒരവസ്ഥ പറ്റി സാറേ, കരടി എങ്ങനെ കണ്ടുപിടിക്കാൻ കൊണ്ടുവരാൻ എന്റെ അളിയനാണ്. എന്റെ ജോലി തെറിപ്പിക്കല്ലേ. ഉദയ കാലിന്ന് കേട്. ഈ നിസ്സാര കാര്യത്തിലൊക്കെ ഇങ്ങനെ കാല് പിടിക്കാണ്ട കാര്യമുണ്ടോ ഉദയ? ഒരു കരടി ചാടിപ്പോയെങ്കിൽ അത് തിരിച്ചു വരും സാറേ. എനിക്കത് കലമാൻ കണ്ടോ? കലമാനെ കണ്ട്. അത് കലമാനല്ല, പിന്നെ എന്റെ വീട്ടിന്റെ അടുത്തുള്ള കലാമുതി വേഷം കെട്ടി നിർത്തിക്കുകയല്ലേ. അതുകൊണ്ട് ആ സിംഹത്തിനെ കണ്ട? കണ്ട് കണ്ട് കണ്ട്. ആ സിംഹം അല്ല, പിന്നെ എന്റെ വല്യച്ഛൻ തന്നെ. അതുകൊണ്ട് ആടുന്ന കുരങ്ങനെ കണ്ട? കണ്ട് കണ്ട് കണ്ട്. അത് ഒറിജിനൽ കുരങ്ങനല്ല, എന്റെ ഭാര്യയുടെ അച്ഛൻ. അയ്യോ പിന്നെ ദോണ്ട അനങ്ങാൻ കിടക്കണ മുതലേ കണ്ട? കണ്ട് 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 കണ്ട്. ആ നിസാര മുതലയൊന്നും അല്ല. ആരത്? വല പിടിച്ച് കിടക്കണ എന്റെ അപ്പൂപ്പൻ. അയ്യോ സത്യം. അപ്പൊ സാറിന്റെ വീട്ടിലെ സകലമാന ചവറുകൾ സാർ ഇവിടെ കൊണ്ട് ഇറക്കി. എല്ലാ ചവറും അവിടെ കൊണ്ട്. അപ്പൊ ഇതിനെ മൃഗശാലയെന്നല്ല ഇനി വിളിക്കാനുള്ളത്, ചവറുശാല. കോട്ടാ വീട്ടില് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.